ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ SSLC +1 +2 വാല്യുവേഷനുകൾ ക്യാമ്പുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. തകൃതമായ രീതിയിൽ എത്രയും പെട്ടെന്ന് അത് വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. +1 +2 വാല്യുവേഷൻ കഴിഞ്ഞ് ടാബുലേഷൻ ജോലികൾ തുടങ്ങാനിരിക്കുന്നു. അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ വാല്യുവേഷനിൽ ഒരു ചെറിയ ബ്രേക്ക് വരാൻ പോകുന്നത്. അത് എത്രത്തോളം നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാരണം ഇനി വരുന്ന ഒരാഴ്ച +1 +2 നമുക്കൊരു അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ഏപ്രിൽ 12 മുതൽ ഏപ്രിൽ 20 വരെ വാല്യുവേഷൻ നിർത്തിവച്ചിരിക്കുകയാണ്. വിഷു, സൺഡേ പിന്നെ അതുപോലുള്ള അവധി ദിനങ്ങൾ വരുന്നത് കൊണ്ട് വാല്യുവേഷൻ 12 മുതൽ 20 വരെ നിർത്തിവെക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേപ്പർ നോക്കുന്ന ഈ ഒരാഴ്ചത്തെ പേപ്പർ ഏകദേശം ഒരു 8 ദിവസത്തെ അവധി വരുന്നത് കൊണ്ട് തന്നെ ഈ പേപ്പർ നോക്കുന്ന കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇനി റിസൾട്ട് വരാൻ അത് വൈകും. പക്ഷേ അതെല്ലാം കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് മെയ് 2-ാം വാരവും 3-ാം വാരവുമൊക്കെ റിസൾട്ട് വരുമെന്ന് ഗവൺമെൻറ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതെല്ലാം കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവർക്കിപ്പോൾ സർക്കുലർ കൊടുത്ത് ലീവ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതോടൊപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. റിസൾട്ടൊന്നും വൈകാൻ സാധ്യതയില്ല. റിസൾട്ടൊക്കെ കറക്റ്റ് സമയത്തിന് തന്നെ വന്നോളും. നേരത്തെ പ്രഖ്യാപിച്ച തീയതിക്ക് തന്നെ റിസൾട്ടുകൾ വരും. അതിനുള്ള നടപടികൾ തന്നെയായിരിക്കും അവർ എടുക്കുന്നത്. ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചു കൊണ്ട് തന്നെയാണ് വാല്യുവേഷൻ നടക്കുന്നത്. ഇനിയിപ്പോൾ വാല്യുവേഷൻ ക്യാമ്പിൽ അധികം വിവരങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെയും ഓരോ കുട്ടികൾക്കും വന്ന ഒരു മാക്സിമം തെറ്റുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. വാല്യുവേഷൻ ക്യാമ്പിലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയൊക്കെ ഒരു ഫിസിക്സ് എക്സാം എഴുതിയാൽ ഏതൊക്കെ ഭാഗങ്ങളാണ് തെറ്റി വന്നത്, അല്ലെങ്കിൽ ആ ഒരു മലയാളത്തിൽ അല്ലെങ്കിൽ മാത്സിൽ എങ്ങനെയൊക്കെയാണ് ഒരുപാട് തെറ്റുകൾ വന്നതിനെക്കുറിച്ചൊരു വീഡിയോ അല്ലെങ്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുകയുണ്ടേ തന്നെ. അപ്പോൾ ഇങ്ങനൊരു വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് വന്നത്. വാല്യുവേഷൻ ഒരാഴ്ച അവധിയാണെങ്കിൽ പോലും റിസൾട്ടൊക്കെ പറഞ്ഞ തീയതി തന്നെ പ്രഖ്യാപിക്കും. ഒരിക്കലും ലേറ്റാകുകയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.